രാജ്യത്ത് 5 ലക്ഷത്തോളം എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് പ്രതിവർഷം പുറത്തിറങ്ങുന്നത്. നിരവധി എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളുമുണ്ട്. അതിനാൽ വിദ്യാർത്ഥികൾ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുക്കണം. ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്ക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കാം. 53ഓളം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട 19ഓളം ബ്രാഞ്ചുകളുണ്ട്. ഇവ ആത്യന്തികമായി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ തന്നെയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലും സമാന ബ്രാഞ്ചുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് ഇപ്പോൾ കൂടുതലായി വിദ്യാർത്ഥികൾ താൽപ്പര്യപ്പെടുന്നത്. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്താലും 80%ഓളം പ്ലേസ്മെന്റ് കമ്പ്യൂട്ടർ IT അധിഷ്ഠിത മേഖലയിലാണ്. കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളായ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് IT ബ്രാഞ്ചുകൾക്ക് എല്ലായ്പ്പോഴും സാധ്യതകളുണ്ട്. പക്ഷേ ഉപരിപഠനമോ സ്പെഷ്യലൈസേഷൻ സ്കിൽ വികസന കോഴ്സുകളോ ബിരുദശേഷം ആവശ്യമായി വരും. കെമിസ്ട്രിയിൽ താൽപ്പര്യമുള്ളവർക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗും, ബയോളജിയിൽ താൽപ്പര്യമുള്ളവർക്ക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗും, ബയോടെക്നോളജി, ബയോമെഡിക്കൽ, ഫുഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കാം. കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭൗതിക സൗകര്യം, ഫാക്കൽറ്റി, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സൗഹൃദം, പ്ലേസ്മെന്റ്, ഹോസ്റ്റൽ സൗകര്യം എന്നിവ വിലയിരുത്തണം. മറൈൻ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ, ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ എന്നിവ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മികച്ച ബ്രാഞ്ചുകളാണ്.